അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും 3 PC ബിൽഡാണ് പറയണത്. സാധാരണയൊക്കെ ഒരു PC ബിൽഡേ പറയത്തുള്ളൂ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത PC ബിൽഡ് വീഡിയോ വരുമ്പോഴത്തേക്കും കുറച്ച് സമയങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ 60,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും 70,000 രൂപയ്ക്കുള്ള 3 PC ബിൽഡാണ് നോക്കുന്നത്. അതായത് ഇപ്പോഴത്തെ വിലയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ല യമണ്ട 3 കിണ്ണം സാധനങ്ങളാണ്. അതായത് നമുക്ക് ഗെയിമിങ്ങും അതുപോലെ സ്ട്രീമിങ് എഡിറ്റിങ്ങിനൊക്കെ നല്ല പറക്കണ സെറ്റപ്പിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പൊളപ്പൻ PCകളാണ്. സോ നമുക്ക് എന്തായാലും നേരെ ഈ ഒരു PCയുടെ സ്പെക്കിലോട്ട് പോകാം. അങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യത്തെ PC ബിൽഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയായിരിക്കും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ 50,000 രൂപയുടെ ബഡ്ജറ്റിൽ ഇന്റൽ PC ബിൽഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈസൺ PC ബിൽഡ് കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്റലും റൈസനൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. അത് എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് AMDയുടെ റൈസൺ 55500 ആണ്. ഇത് 6 കോറും 12 ത്രെഡൊക്കെ വരുന്ന അത്യാവശ്യം മൾട്ടി ടാസ്ക് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പൊന്നപ്പം പോലെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കിടിലൻ പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു കിടിലൻ പ്രോസസ്സർ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ എടുത്ത് വെക്കാൻ വേണ്ട ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത് നമ്മളെ MSIയുടെ B550 Pro VDH വൈഫൈ മദർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിനകത്ത് നമുക്ക് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ 2 M.NVMe സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം RGB കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അതുപോലൊക്കെ തന്നെ എല്ലാം അല്ല ഈ ഒരു പൈസയ്ക്ക് മുതലായ ഒരു മദർ ബോർഡാണ്. അത് നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡ് കൂടെ ചെയ്യണമെങ്കിൽ ഈ മദർ ബോർഡ് താങ്ങിക്കോളും. കാര്യം നല്ല VRM ആണ്. അതായത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഒരു റൈസൻ 7 വേണമെങ്കിലും ഭാവിയിലൊക്കെ എടുത്ത് ഇതിന്റെ വണ്ടിയിലോട്ട് വെച്ച് കൊടുക്കാം. അടുത്തത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന RAM എന്ന് പറയുന്നത് ടീം ഗ്രൂപ്പിന്റെ T-Force വൾക്കൻ എന്ന് പറയുന്ന ഒരു RAM ആണ്. 3200 MHz 8GB 2 സ്റ്റിക്ക്. അത് മൊത്തം 16GB എന്തായാലും വേണം. 16GB ഇല്ലാത്ത കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഈ ഒരു ബഡ്ജറ്റിൽ 16GB ഒക്കെ സുഖമായിട്ട് പൊക്കോളും. പിന്നെ അടുത്തത് ഇതിനകത്ത് ഇതെല്ലാം കൂടെയൊക്കെ OS ഒക്കെ ഇടാൻ വേണ്ടി ഗെയിം കളിക്കാനും വേണ്ട സ്റ്റോറേജ് എന്ന് പറയുന്നത് 512GBയുടെ M.2 NVMe ആണ്. അത് നമ്മളെ ആൻറ്റി സ്പോർട്സിന്റെ നിയോ എന്ന് പറയുന്ന ഒരു M.2 NVMe ആണ്. അപ്പോൾ ഇതൊരു അല്പം വില കുറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക്. അതായത് 500GBയുടെ ഒക്കെ സാധനം 2800 കിട്ടുക എന്ന് പറയുന്നത് കണ്ണ് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ M.2 NVMeയുടെ ഒക്കെ വിലയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 550 വാട്ടിന്റെ പവർ സപ്ലൈ. 550 ഒക്കെ മതി. അതിന് മുകളിലോട്ടൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത്യാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ 550 ഒക്കെ താങ്ങിക്കോളും. വലിയ വിഷയങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഒരുപാട് പേര് ആവശ്യമില്ലാതെ 650 750 ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും ചുമ്മാ ഓവർ ഇതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത നമ്മൾ ഇതിനകത്ത് ഗെയിം കളിക്കാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് GTX 1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ 1650 മതി. അത്യാവശ്യം നല്ല പൊളപ്പനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. എഡിറ്റിങ്ങും ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒക്കെ നല്ല പറകണ രീതിയിൽ ചെയ്തോളും. വലിയ ഇഷ്യൂ ഒന്നും വരത്തില്ല. അതായത് നമുക്ക് അത്യാവശ്യം നമുക്ക് 1080p ഗെയിമിംഗ് കളിക്കാനും അതുപോലെ തന്നെ 1080p എഡിറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ധാരാളമായിരിക്കും. അടുത്ത നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം പൈസയ്ക്ക് ഒരുപാട് പൈസകളൊന്നും കളയാതെ ഒരു നല്ലൊരു ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ഈ ഒരു ക്യാബിനറ്റ് നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ലൊരു ക്യാബിനറ്റ് ആണ്. പക്ഷേ ഇൻബിൽഡ് ഫാനും RGBയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ബഡ്ജറ്റ് എന്ന് പറയുന്നത് 70,000 രൂപയുടെ ബഡ്ജറ്റിൽ നല്ല കിണ്ണ സാധനം ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ രീതിക്ക് വിലയൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മളുടെ ഇന്റലിലെ 30th ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസൻ 7000 സീരീസ് ഇറങ്ങിയതുകൊണ്ട് പഴയതിൻ്റെയൊക്കെ വിലയൊക്കെ നല്ല വില കുറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇതൊരു ഇന്റൽ ബിൽഡാണ്. അതായത് നമ്മൾ ഇന്റലിലെ i5 12th ജനറേഷൻ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. 12400F എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇതും 6 കോർ 12 ത്രെഡ് തന്നെയാണ് ഈ ഒരു പ്രൊസസ്സർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റൽ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തത് 70,000 രൂപയുടെ ബഡ്ജറ്റിൽ എന്ന് പറയുമ്പം അത് ഇപ്പോഴേ പറഞ്ഞേക്കാം. നമ്മളുടെ ഇന്റലിലെ 13th ജനറേഷൻ പ്രൊസസ്സർ ഈ ഒരു ഇന്റലിലെ 12th ജനറേഷൻ മദർ ബോർഡിൽ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇന്റൽ 12th ജനറേഷൻ 70K ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ 13400F ഇനി ഭാവിയിൽ ഇറങ്ങും. അപ്പോഴത്തേക്ക് ഈ 12400 മാറ്റി വേണമെങ്കിൽ 3400F വയ്ക്കാം. കാര്യം 13400 നല്ല രീതിക്ക് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സാധനം ഇറങ്ങിയിട്ടില്ല. 13600K വരെ ഇറങ്ങിയിട്ടുള്ളൂ. 13400 നല്ല പൊളക്കുന്ന സാധനം ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് കൂളർ ഒഴിവാക്കിയിട്ട് ഒരു എയർ കൂളർ വെച്ച് കൊടുക്കാം. കുറച്ചൊക്കെ ബെറ്റർ പെർഫോമൻസ് കിട്ടും. അപ്പോൾ അടുത്ത് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് നല്ല VRM ഉള്ള മദർ ബോർഡ്. മദർ ബോർഡിന്റെ ലുക്ക് വെച്ചിട്ട് ചവറ സാധനമാണെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ MSIയുടെ B660 Pro A എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഈ ഒരു മദർ ബോർഡിൽ 4 RAM സ്ലോട്ട് വരുന്നുണ്ട്. അത് തന്നെ 2 M.NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. Gen 4 സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ RGB കാര്യങ്ങളൊക്കെ ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അത്യാവശ്യം നല്ല കിണ്ണ മദർ ബോർഡാണ്. VRM ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഈ മദർ ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 12600K വേണമെങ്കിൽ അതിനകത്ത് വെക്കാം. അത്യാവശ്യം നല്ല രീതിക്കൊക്കെ കാര്യങ്ങളൊക്കെ ഓടിക്കോളും. VRM ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അടുത്ത ഉപയോഗിക്കാൻ പോകുന്ന RAM എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്റൽ ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഡുവൽ സ്റ്റിക്ക് RAM യൂസ്
ചെയ്യണമെന്നൊന്നും നിയമമൊന്നുമില്ല. കാര്യം 60 സിംഗിൾ സ്റ്റിക്ക് ഉപയോഗിച്ചാലും കാര്യങ്ങളൊക്കെ ഈക്വൽ തന്നെയായിരിക്കും, ഡുവൽ ഉപയോഗിച്ചാലും സിംഗിൾ ആയാലും. കാര്യം ഇന്റലിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ 16 GB സിംഗിൾ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. 3200 MHz ADD XPG D50 എന്ന് പറയുന്ന 6GB വരുന്ന ഒരു റാം തന്നെയാണ്. ഈ ഒരു 16 GB സിംഗിൾ സ്റ്റിക്ക് എടുക്കുമ്പോൾ ഡുവൽ 8GB എടുക്കുന്നേക്കാളും കുറച്ചുകൂടെയൊക്കെ പൈസ ലാഭമാണ്. അതുകൊണ്ടാണ് സിംഗിൾ സ്റ്റിക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡുവൽ എടുത്താലും വലിയ പെർഫോമൻസ് വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 TB ആന്റി സ്പോർട്സിന്റെ നിയോ എന്ന് പറയുന്ന ഒരു M.NVMe ആണ്. നമുക്കിവിടെ 1 TB ഒക്കെ ഉപയോഗിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് 1 TB ഒക്കെ സുഖമായിട്ട് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോകാനേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 550 വാട്ടിന്റെ പവർ സപ്ലൈ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 550 ഒക്കെ ധാരാളം, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ട് ഗെയിം കളിച്ച് മറിയാൻ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ട ഒരു കിണ്ണം ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം രണ്ടും നല്ല പൊളപ്പൻ ഓപ്ഷൻസ് ആണ്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഭേദം ഏതാണെന്ന് ഞാൻ പറയാം. നമ്മളുടെ 2 ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ RTX 2060 6GB ഗ്രാഫിക്സ് കാർഡും എടുക്കാം, അല്ലെങ്കിൽ AMDയുടെ RX 6600 8GB ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഭേദം എന്ന് പറയുന്നത് RX 6600 8GB ഗ്രാഫിക്സ് കാർഡാണ്. ഗെയിമിംഗ് ആണ് നിങ്ങളെ പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RX 6600 എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനും RX 6600 ഉപയോഗിക്കാതെ വലിയ ഇഷ്യൂ ഒന്നും വരത്തില്ല. അതിനകത്ത് എൻകോഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ബെറ്റർ എൻകോഡർ വരുന്നത് RTX 2060 പക്ഷേ ഗെയിമിങ്ങിൽ കുറച്ചുകൂടെയൊക്കെ കിണ്ണം FPS വരുന്നത് RX 6600 ആണ്. കുറച്ചുകൂടെയൊക്കെ പൈസയ്ക്ക് മുതലായ സാധനവും AMDയുടെ RX 6600 8GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി എടുക്കുക, അല്ലെങ്കിൽ ഏതാണ് അവൈലബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കി എടുക്കട്ടെ. 2 നല്ല പൊളപ്പൻ ഗ്രാഫിക്സ് കാർഡാണ്. അടുത്ത PC കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു ക്യാബിനറ്റ് എടുക്കാം. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് RGB ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഒക്കെ ഉള്ള ക്യാബിനറ്റാണ് ആൻറ്റി സ്പോർട്സിൻ്റെ. സോ അടുത്ത നമ്മൾ 60,000 രൂപയുടെ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലം PC എന്ന് പറയുന്ന സ്പെക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും AMD ആണ് നോക്കുന്നത്. AMDയുടെ Ryzen 5 5600X പ്രോസസ്സറാണ്. ഇതും 6 കോർ 12 ത്രെഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സർ എന്തായാലും സ്റ്റോക്ക് കൂളർ ഉപയോഗിക്കുന്ന അത്ര നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എയർ കൂളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഡീപ്പ് കൂൾഡ് എയർ കൂളർ വലിയ പൈസയൊന്നും വരത്തില്ല. ലിക്വിഡ് കൂളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ അത് ഒരുപാട് ബഡ്ജറ്റ് കയറി പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എയർ കൂളറിൽ ഒതുക്കിയത്. പക്ഷേ എയർ കൂളറും അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ തരുന്നതാണ്. CPU ഒരുപാട് കിടന്ന് തിളച്ച് മറിയാനൊന്നും പോകുന്നില്ല. പിന്നെ അടുത്ത മദർ ബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ MSIയുടെ തന്നെ B550 Pro VDH മദർ ബോർഡാണ്. 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, 2 M.NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ RGB കാര്യങ്ങളും ഒക്കെ സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചറും VRM ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വരാത്തതല്ല കിടില മദർ ബോർഡ് തന്നെയാണ്. 5700X വേണമെങ്കിലും ഇതിനകത്ത് അടിച്ച് വയ്ക്കാതെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകില്ല. പിന്നെ റാം എന്ന് പറയുന്നത് ഇവിടെയും 2GB 8GB സ്റ്റിക്കാണ്. മൊത്തം 16GB ആണ്. 3200 MHz റാം തന്നെയാണ്. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു 512GB സ്റ്റോറേജ് തന്നെയാണ്. നിങ്ങൾക്ക് M.NVMe എടുക്കാം. പവർ സപ്ലൈയിൽ നേരത്തെ 2 ബഡ്ജറ്റിലും പറഞ്ഞ കണക്ക് തന്നെ 550 എടുക്കുന്നുള്ളൂ. 550 മതി, അതിൻ്റെയൊക്കെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബിൽഡിൽ ലാസ്റ്റ് നമ്മൾ ഗെയിം കളിക്കാനും എഡിറ്റ് ചെയ്യാനും വേണ്ട ഒരു കിടിലം സാധനം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIAയുടെ GTX 1660 സൂപ്പർ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് 6GB ഗ്രാഫിക്സ് കാർഡാണ്. ഇത് നല്ല അത്യാവശ്യം ഒരു ഇപ്പോഴും നല്ല മിഡ് റേഞ്ചിലൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡാണ്. ഏകദേശം ഈ ഗ്രാഫിക്സ് കാർഡ് നേരത്തെ 18,000 16,000 രൂപയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും 20,000 രൂപയിലേക്ക് കിടക്കുന്നുള്ളൂ. AMDയുടെ വേറെ ഈ ഒരു ബഡ്ജറ്റ് വരുന്ന വേറെ ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല. അതുകൊണ്ട് NVIDIAയുടെ 1660 സൂപ്പർ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം ലാഭകരമായിട്ട് മേടിക്കാൻ പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡ്. നമുക്ക് ഇതിനകത്ത് ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. ഈ ഒരു ക്യാബിനകത്ത് പ്രീ ഇൻസ്റ്റാൾ RGB ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ഫാനൊന്നും മേടിച്ചിട്ടേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഒക്കെ തരുന്ന അത്യാവശ്യം ഒരു NGXT ലുക്കൊക്കെ വരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 1660 സൂപ്പറും 5600 ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് സ്ട്രീമിംഗ് എഡിറ്റിങ്ങും 4K ഒക്കെ അത്യാവശ്യമൊക്കെ താങ്ങിക്കോളും. 5600X ഒക്കെ എടുത്തോളും. വലിയ ഇഷ്യൂ ഒന്നും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ കടന്നു ഓടിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടേ നമ്മളെ 3 ബഡ്ജറ്റിൽ ഉള്ള PC ബിൽഡ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്കും തരാം.